എന്താണ് ഇവിടുത്തെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, നമുക്ക് അനുവദിച്ച സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് അനാവശ്യമായ LDF കടന്നു വരികയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് വഴിയിൽ നിന്ന് മാറാൻ തയ്യാറല്ല. അതാണ് നമ്മളുടെ പ്രശ്നം. ഒരു കയ്യാങ്കളിലേക്ക് പോകുന്നില്ല. അവരാണ് പ്രകോപനപരമായ കമ്പം ഒക്കെ നമ്മളെ വലിച്ചെറിയുന്നത്. നമ്മൾ ഇതുവരെ അങ്ങനെ യാതൊരു വിധമായ പ്രകോപനപരമായ യാതൊരു പരിപാടിയും ചെയ്തിട്ട് നമ്മൾ സമാധാനപരമായി നമ്മളിവിടെ നമുക്ക് അനുവദിച്ച സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്. പോലീസ് ഇടപെടുന്നില്ലേ? പോലീസ് നിഷ്ക്രിയമാണ്. പോലീസ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ്. അവരുടെ സൗകര്യം ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്ന പോലീസ് എവിടെ? പൊതുവെ അതാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്തായാലും വനിതാ പ്രവർത്തകരടക്കം നിയന്ത്രിക്കാൻ അവിടെ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹരിപ്പാടാണ്. ഹരിപ്പാട് നമുക്കറിയാം ഇത്തവണ ടഫ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. ഏറെക്കാലമായി രമേശ് ചെന്നിത്തലയാണ് ഹരിപ്പാട് നിന്ന് അനായാസം ജയിച്ച് കയറാറ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. സന്ദീപ് ബജസ്പതി എത്ര വോട്ടുകൾ പിടിക്കും, TT ജിസ്മോൻ എത്ര വോട്ടുകൾ പിടിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. നമ്മൾ ഓർക്കണം, ഇത്തവണ മണ്ഡലത്തിൽ നിന്ന് മാറി മറ്റൊരു മണ്ഡലത്തിലേക്ക് പ്രചാരണത്തിന് പോലും പോകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ ടഫ് ഫൈറ്റ് നടക്കുന്നുണ്ട് ഇത്തവണ ഹരിപ്പാട്. അവിടെ നോക്കൂ, പരസ്യ പ്രചാരണത്തിന് സമയം കഴിയുമ്പോഴും പോറ്റിയെ കയറ്റി എന്നുള്ള ഗാനം ഉൾപ്പെടെ ആലപിച്ചുകൊണ്ട് UDF പ്രവർത്തകർ അവിടെ കരഘോഷം മുഴക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പുറത്തെ LDF പ്രവർത്തകർ പോലീസുമായി സംസാരിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല? നേതാക്കൾ ആരും അവിടെ ഇല്ലേ എന്നുള്ളതാണ്. രഘു, അവിടെ ഈ പ്രവർത്തകരോട് പിന്തിരിഞ്ഞു പോകാൻ സാധാരണഗതി ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നേതാക്കൾ മൈക്കെടുത്ത് അനൗൺസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്, കൊട്ടിക്കലാശത്തിന്റെ സമയങ്ങളിൽ പോലും. അവിടെ അങ്ങനെ ആരും ഇല്ലേ ഈ പ്രവർത്തകരൊന്ന് നിയന്ത്രിക്കാൻ? രണ്ട് വിഭാഗത്തിലെയും പ്രാദേശിക നേതാക്കൾ മുൻ MLA TK ദേവകുമാർ അടക്കം LDFിന്റെ ഭാഗത്തുണ്ട്. ഇപ്പുറത്ത് ആലപ്പുഴ ഹരിപ്പാട്ടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആലപ്പുഴ ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പലയിടത്തും സംസ്ഥാനത്ത് പലയിടത്തും സംഘർഷമുണ്ട്. കളമശ്ശേരിയിലുമുണ്ട്, തോപ്പുംപടിയിലും ഒക്കെ സംഘർഷമുണ്ട്. തൃത്താലയിൽ സംഘർഷം.